Hello students, welcome to a new session of Dynamics of Machinery. So the third module so far we have covered the topic called flywheel and its analysis. We have done some problems, and today we will go to a fresh topic called balancing. So this balancing belongs to the third module itself. So what is balancing? And then balancing is the process of, I will write the definition. It's a process of designing and modifying. Then you write it as or modifying machinery so that the unbalance is reduced to an acceptable level or possible or eliminated entirely if possible. അപ്പോൾ എന്താണ് ഈ അൺബാലൻസ്? അതായത് ഒരു മെഷീനെ നമ്മൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ദി അൺബാലൻസ് ഇൻ ദാറ്റ് മെഷീൻ. എന്താണ് ഈ അൺബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു റോട്ടറി അല്ലെങ്കിൽ ഒരു റെസിപ്രോക്കറ്റിംഗ് മെഷീനറിയിൽ ഈ ഇനേഷ്യ ഫോഴ്സ് കാരണം ഒരു അൺബാലൻസ് ഫോഴ്സ് ഉണ്ടാവാറുണ്ട്. ആ അൺബാലൻസ് ഫോഴ്സിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ ഒരു ആക്സെപ്റ്റബിൾ ലെവൽ വരെ കുറക്കുക എന്നുള്ളതാണ് ഈ ബാലൻസിങ് എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഇൻ റോട്ടറി ഓർ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്? എന്തായിരിക്കും അത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം, ഒരു ഒരു പാർട്ടിക്കിൾ ഒരു മാസ് ഈസ് ഇൻ എ സർക്കുലർ. സപ്പോസ് ഇതൊരു റോഡുണ്ട്, എൻ്റെ അടുത്ത് റോഡുണ്ട്. അപ്പോൾ ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മാസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനൊരു മാസ് ഉണ്ട്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സപ്പോസ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആറാണ്, ഇതിൻ്റെ മാസ് എം ആണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗ എന്നുള്ള ഒരു ആംഗുലാർ ആക്സലേഷനിലാണ്. സ്വാഭാവികമായിട്ടും പിന്നെ പാർട്ടിക്കിൾ ഒരു മാസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ മാസ് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണം. ദർ വിൽ ബി എ പർട്ടിക്കുലർ ആക്സലേഷൻ കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അല്ലേ? ഇതിനെന്തുണ്ടാവും? സെൻറ്ററിലേക്ക് ആക്ടിങ് ടുവേർഡ്സ് സെൻറ്റർ, അങ്ങനെ ഒരു ആക്സലറേഷൻ ഉണ്ടാവുമല്ലോ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മോബിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാക്കുന്നത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, അതായത് ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്സ്. This particular radial outwards acts on the axis of rotation. ഈ പർട്ടിക്കുലർ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എം ആർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. എന്നായിരിക്കും ഇതിൻ്റെ വാല്യൂ അല്ലേ? വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഫോഴ്സ് ഈസ് എ ഡിസ്റ്റർബിങ് ഫോഴ്സ്. സോ ഇപ്പോൾ ഇതിന് ഈ ഒരു റോഡ്, ഈ ഒരു ഷാഫ്റ്റ് തിരിയുമ്പോൾ ഇങ്ങനെ ഒരു മാസ് അതിനുണ്ടെങ്കിൽ, ആ മാസ് കാരണം ഈ മാസിൻ്റെ ഒന്ന് ചേരും. അപ്പോൾ ആ മാസ് എന്തുണ്ടാക്കും? ഒരു എം ആർ ഒമേഗ സ്ക്വയർ എന്നുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആക്ട് ചെയ്യും. പക്ഷേ ആ ഫോഴ്സ് ഈ പർട്ടിക്കുലർ ഷാഫ്റ്റ് എന്നൊരു ഡിസ്റ്റർബിങ് ഫോഴ്സാണ്. അപ്പോൾ ഈ ഡിസ്റ്റർബിങ് ഫോഴ്സിനെ നമ്മൾ ഒന്നുകിൽ എലിമിനേറ്റ് അല്ലെങ്കിൽ അതിനെ പോസിബിൾ ലെവലിലേക്ക്, ഒരു ആക്സെപ്റ്റബിൾ ലെവലിലേക്ക് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതൊരു ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് സ്റ്റഡി ഇങ്ങനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആക്ച്വൽ കേസസ് എന്ന് പറയുന്നത് എവിടെയാണ് വരിക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിവോൾവിങ് റോട്ടർ സപ്പോസ് എ റിവോൾവിങ് റോട്ടർ ഈ റിവോൾവിങ് റോട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റോട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതൊരു റോട്ടറാണ്, ഷാഫ്റ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മാസ്, ഇത് മൊത്തം മാസ് ഈക്വലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദാറ്റ് പർട്ടിക്കുലർ ആക്സിസ് ആയിരിക്കും അല്ലേ. ആ ആക്സിന് ചുറ്റും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റിൽ തന്നെയാണ്, അതായത് സെൻറ്ററിൽ തന്നെയാണ്, അലോങ് ദ ഷാഫ്റ്റ്. സെൻറ്റർ ഓഫ് മാസിന് ചുറ്റുമാണ്, ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ഈ മാസ് കാരണം എല്ലാ ഡയറക്ഷനിലേക്കും ഫോഴ്സ് ഉണ്ടാവും അല്ലേ. എല്ലാ ഡയറക്ഷനിലേക്കും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ if center of mass lies on axis of rotation, there will not be any unbalanced force. There will not be any unbalanced force. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. കാരണം മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് ദർ വിൽ നോട്ട് ബി എനി അൺബാലൻസ്ഡ് ഫോഴ്സ്. പക്ഷേ വേറൊരു കേസ് എടുക്കുക. ഇത് സപ്പോസ് ഇത് റോട്ടർ, ഈ റോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റ്, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വരിക. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഇവിടെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഡസ് നോട്ട് ലൈ ഇൻ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സെൻട്രിസിറ്റി ഇ ഉണ്ട്. സോ വെൻ ദ സെൻറ്റർ ഓഫ് മാസ് ഡസ് നോട്ട് ലൈ ഓൺ ദ ആക്സിസ് ഓഫ്, ഓർ ഇഫ് ദർ ഈസ് എനി എക്സെൻട്രിസിറ്റി, സ്വാഭാവികമായിട്ടും ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യും. ആ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് mE⍵² ആയിരിക്കും. കാരണം ഇതാണ് റേഡിയസ് ഇ ആണ്. mE⍵² എന്നുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് സ്വാഭാവികമായിട്ടും അവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ഡിസ്റ്റർബിങ് ഫോഴ്സാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റോട്ടർ, നമ്മളിപ്പോൾ റൊട്ടേഷൻ മോഷനാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഒരു റോട്ടറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ എന്താണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് ലൈ ചെയ്യുന്നതെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി അൺബാലൻസ്ഡ് ഫോഴ്സ്. ബട്ട് ഇഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് that particular rotor does not lie on the axis of rotation, means there will be an unbalanced force and its amount will be mE⍵², where E is the eccentricity. Of the center of mass, and m is the mass of that rotor. Omega is the angular velocity of that particular shaft or rotor. Okay. So most of serious problem encountered in high speed machinery are the direct result of this particular unbalanced force. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണമാണ് മോസ്റ്റ് ഓഫ് ദ സീരിയസ് പ്രോബ്ലം നമ്മൾ ഹൈ സ്പീഡ് മെഷീൻസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം വരുന്നത്. സോ ദീസ് ഫോഴ്സസ് എക്സേർട്ടഡ് ഓൺ ദ ഫ്രെയിം. അപ്പോൾ ഈ ഫ്രെയിമിലൊക്കെ ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അല്ലേ. ഈ മൂവിങ് മെഷീൻ മെമ്പേഴ്സിൽ പിന്നെ എന്തുണ്ടാക്കും, ഈ ഡിസ്റ്റർബിങ് ഫോഴ്സ് എന്തുണ്ടാക്കും, ഒരു വൈബ്രേറ്ററി ഡിസ്റ്റർബിങ് ഫോഴ്സ്, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. വൈബ്രേഷൻ മോഷൻ ടു ദ പ്രൊഡ്യൂസ് ആൻഡ് നോയ്സ്, അങ്ങനെ നോയ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതൊരു ഹ്യൂമൻ ഡിസ്കംഫേർട്ടാണ്. പിന്നെ ഡിസ്കംഫേർട്ടും ഉണ്ട്, ഇതിനൊരു ഡാമേജിങ് എഫക്റ്റും ഉണ്ട് അല്ലേ. മെഷീൻ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ അവർ എയിം ഈസ് ടു reduce the amount of unbalanced force or eliminate the അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ആണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വെച്ചാൽ ഒന്നിക്കൽ അഡീഷൻ ഓഫ് മാസ് ഓർ അല്ലെങ്കിൽ നമുക്ക് റിമൂവൽ ഓഫ് മാസ് ചെയ്യേണ്ടി വരും.
അങ്ങനെ റീഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും ഈ അൺബാലൻസ് ഫോഴ്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺബാലൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് റൊട്ടേറ്റിംഗ് അൺബാലൻസ് ആണ്. ഇനി റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ കേസിലും റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ കേസിൽ എന്തുണ്ട്, ഈ അൺബാലൻസ് ഉണ്ടാവാം. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ വി വിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ റൊട്ടേറ്റിംഗ് അൺബാലൻസ്. ഈ റൊട്ടേറ്റിംഗ് അൺബാലൻസ് തന്നെ രണ്ടുണ്ട്, സ്റ്റാറ്റിക് അൺബാലൻസും ഇതിൻ്റെ ബാലൻസിങ് സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്കും ഉണ്ട്. നൗ വി വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റാറ്റിക് ബാലൻസിങ്. ഓക്കെ, സ്റ്റാറ്റിക് ബാലൻസിങ്. ഈ സ്റ്റാറ്റിക് ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാം സെയിം പ്ലെയിൻ, ഈ റൊട്ടേറ്റിംഗ് മാസസ് ഒക്കെ സെയിം പ്ലെയിനിലാണെങ്കിൽ, ആർ ഇൻ സെയിം പ്ലെയിനിലാണെങ്കിൽ സ്റ്റാറ്റിക് ബാലൻസിങ് എന്ന് പറയും. അവിടെ ചെയ്യുന്ന ബാലൻസിങ് പ്രോസസ്സ് സ്റ്റാറ്റിക് ബാലൻസിങ് ആയിരിക്കും. ഡിഫറെൻറ്റ് ഓരോ ഇപ്പം സപ്പോസ് ഇതൊരു ഷാഫ്റ്റാണ്, സപ്പോസ് ദിസ് ഇസ് ഷാഫ്റ്റ്. ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ഇങ്ങനെ ആ ഷാഫ്റ്റ് ഇങ്ങനെ എടുത്തു. ഈ നമ്മളിപ്പോൾ ഒരു മാസ് ഇങ്ങനെ ഇവിടെ ഒരു മാസ് കൺസിഡർ ചെയ്യുന്നത് M1. ഇപ്പോൾ M2 ഇതിൽ തന്നെ ഇതേ പ്ലെയിൻ തന്നെ, M3 എന്ന് പറയുന്നതും ഇതേ പ്ലെയിനിൽ തന്നെ ആണെങ്കിൽ അവിടെ നമുക്ക് ബാലൻസിങ്ങിനുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാറ്റിക് ബാലൻസിങ് ആയിരിക്കും. പക്ഷേ ഒരു M4 വേറൊരു പ്ലെയിൻ, സപ്പോസ് ഇത് വേറൊരു പ്ലെയിൻ, അതിനാണെങ്കിൽ അവിടെ പ്രോസസ്സ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ആ പ്രോസസ്സ് നമ്മൾ ഡൈനാമിക് ബാലൻസിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. അത് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ സ്റ്റാറ്റിക് ബാലൻസിങ് എന്താണെന്ന് നോക്കാം. ഈ സ്റ്റാറ്റിക് ബാലൻസിങ് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ there is a shaft. This is shaft. Okay, shaft bearing ആണ്, മുകളിലും താഴെയാണ് bearing. Suppose there is a mass M1 here. Suppose this is a x-axis. This is at an angle θ1 from x-axis. Okay, θ1 from x-axis. This shaft is rotating with an angular velocity omega. There is another mass M2 at an angle θ2. Okay, there is another mass M3. Okay, so this all should intersect at one point. Okay, because we are considering static balancing, right? M3 at an angle θ3. This is θ2, and this particular radius is R1, this particular radius is R2, this particular radius is R3 from the shaft. Okay, so this is connected to a particular shaft only, right? So this should intersect at one point, like so. A number of masses here we are considering 3 only, and they are having different masses at a different radii in the same plane. So they may represent different kinds of rotating masses, അല്ലേ? അതൊരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റൊട്ടേറ്റിംഗ് മാസ് എന്തൊക്കെ ആവട്ടെ, പക്ഷെ അതിൻ്റെ മാസ് M1, M2, M3 ആണ്. അവ ആക്ട് ചെയ്യുന്ന അവരെ റേഡിയസ് R1, R2, R3 ആണ്.
ഇൻ ദ സെയിം പ്ലെയിൻ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ബാലൻസിങ് ആവുന്നത്. ഓക്കെ, സെയിം പ്ലെയിൻ ആൻഡ് ഈച്ച് മാസ് പ്രൊഡ്യൂസ് എന്താണ്, ഓരോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെയാണ് ആക്കുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് കാരണം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചാൽ M1 R1 ഒമേഗ സ്ക്വയർ, ഇത് M2 R2 ഒമേഗ സ്ക്വയർ, M3 R3 ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ വെക്ടർ കിട്ടും. ആറൊക്കെ വെക്ടറാണ്. കാരണം ഇതിന് എമൗണ്ട് കൊണ്ട് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, ബെറ്റർ അത്. സോ നമുക്കറിയാം ടോട്ടൽ എഫ് നെറ്റ് ഫോഴ്സ് എഫ് വെക്ടർ ക്യാൻ ബി റിട്ടൺ ആസ് വെക്ടർ സം ഓഫ് M1 R1 വെക്ടർ സ്ക്വയർ plus M2 R2 vector omega square plus M3 R3 vector omega square. Okay, so if this rotor is said to be statically balanced if F vector is equal to 0. So if F vector not equal to 0 means the rotor is unbalanced. അല്ലേ? The rotor is unbalanced ആണ്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ഉണ്ട്, കാരണം നെറ്റ് ഫോഴ്സ് 0 അല്ല. So what could be done? So we introduce a counterweight of some mass MC, ഒരു MC എന്നുള്ളൊരു മാസ് എന്തെങ്കിലും ആട്ടെ, ആ മാസമാണ് നമ്മൾ കാണേണ്ടത്. അറ്റ് റേഡിയസ് ഒരു RC എന്നുള്ള റേഡിയസിൽ ടു ബാലൻസ് ദി റോട്ടർ. ഓക്കെ, ടു ബാലൻസ് ദി റോട്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ബാലൻസിങ് ചെയ്യുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എന്നാണ്. ഇപ്പോൾ ഇത് ഈ നെറ്റ് എഫക്റ്റ് 0 അല്ലെങ്കിൽ വി വിൽ ഇൻട്രൊഡ്യൂസ് എ പർട്ടിക്കുലർ മാസ് MC, ഒരു കൗണ്ടർ വെയിറ്റ്, ഒരു മാസ് MC ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഏത് ആംഗിളിലാണ് θc കാണണം, അത് എത്ര റേഡിയസ് RC. അപ്പോൾ MC RC θc ഇത്രയും കാര്യങ്ങൾ, അത് ഈ 3 കാര്യങ്ങളും ഒരു പർട്ടിക്കുലർ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്, ഇപ്പോൾ എഫ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ, 0 ആണെങ്കിലുള്ള കേസാണ് പറയുന്നത്. മീൻസ് M1 R1 ഒമേഗ സ്ക്വയർ പ്ലസ് M2 R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 ഒമേഗ സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 0 ആക്കി കഴിഞ്ഞാൽ എന്തായി, 0 ആക്കി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ബാലൻസ് ചെയ്യുന്നുള്ള ഒരു സംഭവം വരുന്നുള്ളൂ, ഫോഴ്സ് ബാലൻസ് അല്ലെങ്കിൽ റോട്ടർ ബാലൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ M1 R1 ഒമേഗ സ്ക്വയറിൻ്റെ ഒന്നിച്ച് M2 R2 ഒമേഗ സ്ക്വയർ പ്ലസ് M3 R3 ഒമേഗ സ്ക്വയർ ആണ്, ഒമേഗ 2 അല്ല, ഒമേഗ സ്ക്വയർ പ്ലസ് എന്താണ്, ഒരു MC RC ഒമേഗ സ്ക്വയർ, ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 0 ആവുന്ന രീതിയിൽ ഈ MCയും RC ഒമേഗ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റ് 0. ദാറ്റ് മീൻസ് ദിസ് പർട്ടിക്കുലർ സിസ്റ്റം ഈസ് ബാലൻസ്. ആ ഒരു രീതിയിൽ നമ്മൾ MC RCയും സെലക്ട് ചെയ്യണം. ഓക്കെ, MC RCയും സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഒമേഗ എല്ലാം സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ വി ക്യാൻ റൈറ്റ് M1 R1 വെക്ടർ പ്ലസ് M2 R2 വെക്ടർ പ്ലസ് M3 R3 വെക്ടർ പ്ലസ് MC RC വെക്ടർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് അത് ബാലൻസ് ആവണം.
ആ രീതിയിലായിരിക്കും എം സി ആർ സി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് സിഗ്മ എം ആർ പ്ലസ് എം സി സിഗ്മ എം ആർ വെക്ടർ പ്ലസ് എം സി ആർ സി വെക്ടർ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയായിരിക്കണം എം സി ആർ സിയും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ആർ സി എന്നുള്ളത്, ഈ റേഡിയസ് എന്നുള്ളത് ഒരു വെക്ടർ ആയതുകൊണ്ട് നമുക്കതിന് രണ്ട് കോമ്പണൻ്റ് ആക്കാം അല്ലേ. ഒന്ന് എങ്ങനെയാണ് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്മ എം ആർ കോസ് തീറ്റ എക്സ് ആക്സിസിൽ എം സി ആർ സി കോസ് തീറ്റ സി ഈക്വൽ ടു 0 ആണ്, എക്സ് ആക്സിസിൽ 0 ആണ്. അതേപോലെ സിഗ്മ എം ആർ, അപ്പോൾ ആർ വെക്ടറിനെ നമ്മൾ എന്താക്കി സ്കെലാർ ആക്കുന്നത്, കോസ് തീറ്റയും സൈൻ തീറ്റ രണ്ട് കോമ്പണൻ്റ് ആയിട്ട് എം സി ആർ സി സൈൻ തീറ്റ സി ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടണം, എം സിയും ആർ സിയും തീറ്റ സിയും, എം സി ആർ സിയും തീറ്റ സി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടണം അല്ലേ, കിട്ടണം. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനും 3 അൺനോണും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫിക്സ് ചെയ്യും. ഒന്നുകിൽ ക്വസ്റ്റനിൽ ഏതെങ്കിലും ആർ സി എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എം സി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീറ്റ സി തന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്താലേ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂ. കാരണം രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ രണ്ട് അൺനോണെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ അല്ലേ, രണ്ട് അൺനോണിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സിഗ്മ എം ആർ നമുക്ക് എം സി ആർ സി കോസ് തീറ്റ സി എന്നുള്ളത് മൈനസ് സിഗ്മ എം ആർ കോസ് തീറ്റ അല്ലേ. അതേപോലെ എം സി ആർ സി സൈൻ തീറ്റ സി എന്നുള്ളത് മൈനസ് സിഗ്മ എം ആർ സൈൻ തീറ്റ സി അല്ലേ. സോറി, തീറ്റ സി അല്ല, തീറ്റ അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിങ്, സോ ഇത് 1 ഇത് 2, സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എം സി ആർ സി ഈസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്ത് വേണമെങ്കിൽ ഓക്കെ, എന്നിട്ട് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ സിഗ്മ എം ആർ കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എം ആർ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ 1/2 ആണെങ്കിൽ 2/1 ചെയ്താൽ നമുക്ക് ടാൻ തീറ്റ സി ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ എം ആർ സൈൻ തീറ്റ ബൈ മൈനസ് സിഗ്മ എം ആർ കോസ് തീറ്റ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് തീറ്റ സി കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് the amount of mass of counterweight, the radius at which counterweight should be acted, or the theta c, the angle from x-axis, all those things. Okay, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാണ് ഒരു പ്രോബ്ലം. എ സർക്കുലർ ഡിസ്ക് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ് ക്യാരീസ് 3 അറ്റാച്ച്ഡ് മാസ്. അപ്പോൾ M1 M2 M3 4 3 2.5 കിലോഗ്രാം അറ്റ് റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് R1 R2 R3 തന്നിട്ടുണ്ട്. അറ്റ് ആൻ ആംഗുലാർ പൊസിഷൻ 45 135 245. The angular positions are measured counter clockwise with the reference line along the x-axis. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്. ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് കൗണ്ടർ മാസ് MC at a radial distance 75 mm required for the static balance. അപ്പോൾ നമുക്ക് കാണേണ്ടത് MC കാണണം, RC is given, MC is still unknown, and theta C should also be found out. അപ്പോൾ നമുക്കറിയാം രണ്ട് ഇക്വേഷനേ ഉള്ളൂ, അതുകൊണ്ട് ഒരു അൺനോൺ 3 അൺനോൺ ഉണ്ട്. അതിൽ ഓരോ അൺനോൺ നമ്മൾ ഫിക്സ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിലും തരണം, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും ഒരു അപ്രോപ്രിയേറ്റ് വാല്യൂ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള MCയും തീറ്റ സിയും കാണുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ നമ്മളൊരു ഷാഫ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഷാഫ്റ്റ് എന്ന് പറയും എക്സ് ആക്സിസ് നിന്ന് 3 മാസം ഉണ്ടല്ലേ. 3 മാസം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ മാസ് അറ്റ് 45 ഡിഗ്രി. സോ ദിസ് ഈസ് 45 ഡിഗ്രി. M1 ഹൗ മച്ച് 4 കിലോഗ്രാം 4 അറ്റ് ഡിസ്റ്റൻസ് 75 mm 75 similarly at 135. സോ 135 എന്തുണ്ട്
ഒരു 3 കിലോഗ്രാം ഉണ്ട്. ഇത് 135 ആണ്. ഇതിൻ്റെ റേഡിയസ് 85 ആണ്, 85 റേഡിയസ്. മറ്റത് 240 240ലുള്ള എമൗണ്ട് 2.5, 240 ആംഗിളാണ് അല്ലേ, 240 ആംഗിൾ. സോ 240 ആംഗിൾ, റേഡിയസ് 50 mm. നമ്മളൊരു കൗണ്ടർ മാസ് 75 mm ഡിസ്റ്റൻസിൽ ഒരു കൗണ്ടർ മാസ് എത്ര MC കാണണം, ഈ ആംഗിളും കാണണം, θc കാണണം. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എല്ലാം എടുത്തത്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്കറിയാം M1R1 നമുക്ക് സിഗ്മ MR പ്ലസ് MR വെക്ടർ RC വെക്ടർ ഈക്വൽ ടു 0 എന്നാണ്. അല്ലെങ്കിൽ സിഗ്മ MR കോസ് തീറ്റ പ്ലസ് RC കോസ് θc ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സിഗ്മ MR എന്ന് പറയുമ്പോൾ നമ്മൾ 300 M1R1 കോസ് θ1 പ്ലസ് M2, അല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ എഴുതാം. അതായത് 300 കോസ് അപ്പോൾ 4 × 75 ഇൻറ്റു കോസ് 45 പ്ലസ് 3 × 85 ഇൻറ്റു കോസ് 135 പ്ലസ് 2.5 × 50 കോസ് 240 പ്ലസ് RC കോസ് θc ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ അതിൽ അതേപോലെ 4 × 75 ഇൻറ്റു സൈൻ 45 പ്ലസ് 3 × 85 ഇൻറ്റു സൈൻ 135 പ്ലസ് 2.5 × 50 ഇൻറ്റു സൈൻ 240 പ്ലസ് RC സൈൻ θc ഈക്വൽ ടു 0. ഇപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട്. സോ ദിസ് ഈസ് ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2. ബെറ്റർ യു സ്ക്വയർ ആൻഡ് ആഡ്, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തരും. ഇത്രയും കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് MC. നമ്മളിവിടെ എഴുതിയില്ലേ, ഇതാ നമ്മൾ ഇവിടെ എഴുതിയില്ലേ, ഇങ്ങനെ കിട്ടും. രണ്ടിനും ഈ സൈഡിലേക്ക് ഇത് വാല്യൂസ് തന്നെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ MCRC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -30.68 ഹോൾ സ്ക്വയർ പ്ലസ് 284.2 ഹോൾ സ്ക്വയർ, ഇങ്ങനെ വരും. ഇതിൻ്റെ വാല്യൂ 285.8 കിലോഗ്രാം MM. M × R അല്ലേ, അപ്പോൾ കിലോഗ്രാം MM വരും. അപ്പോൾ RC ഈസ് ഈക്വൽ ടു എത്രയാണ്, 75 എങ്ങാണ്ടല്ലേ വെച്ചാൽ നമ്മൾ. RC 75 mm ഗിവൺ. അങ്ങനെയാണെങ്കിൽ MC എന്നുള്ളത് 285.8 ഡിവൈഡ് ബൈ 75 ചെയ്താൽ 3.81 കിലോഗ്രാം കിട്ടും. 3.81 കിലോഗ്രാം. അതേപോലെ നമ്മൾ ടാൻ θc എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് മൈനസ് സിഗ്മ MR കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റ ബൈ -MR കോസ് തീറ്റയാണ്. അപ്പോൾ ഈ മൈനസ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുന്നതിലൊരു കാര്യമുണ്ട്. കാരണം മൈനസ്
എം ആർ സൈൻ തീറ്റ കിട്ടുന്നത് എത്രയാണ്? 284.2 ആണ്. അപ്പോൾ 284.2 പോസിറ്റീവ് വാല്യൂ ഡിവൈഡ് ബൈ ഒരു മൈനസ് വരുന്ന എം ആർ കോസ് തീറ്റ വരുന്നത് -30.68 ആണ്. അപ്പോൾ ഒരു -30.68. ഓക്കെ, അങ്ങനെ തന്നെ വെച്ചാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -9.26 ആണ്. അപ്പോൾ ടാൻ തീറ്റ സി -9.26 എന്ന് വന്നാൽ തീറ്റ സി നിങ്ങൾക്ക് കിട്ടുക, തീറ്റ സി കുറേ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ നെഗറ്റീവും ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് y/x ആണ്. അപ്പോൾ ന്യൂമറേറ്റർ നെഗറ്റീവും ഡിനോമിനേറ്റർ പോസിറ്റീവും ആകുമ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ് ഇത് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ ഈ ടാൻ തീറ്റ സി -9.26 ആവുന്നത് 276°12' ആവും. നിങ്ങൾ കാൽക്കുലേറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ വാല്യൂ കിട്ടുന്നുണ്ടോ. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.